യെസ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് യമ്മി വാലിയുടെ മില്ലറ്റ് മ്യൂസ്ലിയാണ്. ആൽമണ്ട് മിൽക്ക് ഡിലൈറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ആൽമണ്ട് മിൽക്ക് ഡിലൈറ്റ് 80% മൾട്ടിഗ്രെയിൻ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, 0% റീഫൈൻഡ് ഷുഗർ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് 0% റീഫൈൻഡ് ഷുഗർ ആണ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ പ്രൊമോട്ട്സ് ഗട്ട് ഹെൽത്ത്, പ്രിവെന്റ് ഡയബറ്റീസ്, എൻഹാൻസസ് ദി കാർഡിയോവാസ്കുലർ ഹെൽത്ത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നോക്കാം. റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്, ഡയറ്ററി ഫൈബർ ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നമുക്കറിയാലോ. ഇതൊരു ഗ്രെയിനുകളുടെ, അതായത് ഫുഡ് ഗ്രെയിനുകളുടെ, അതുപോലെ തന്നെ നട്ട്സിന്റെ, അതുപോലെ തന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു മിക്സറാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഒന്നുകിൽ പാലിന്റെ കൂടെയോ യോഗട്ടിന്റെ കൂടെയൊക്കെ നമുക്കിത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹൈ ഇൻ ഫൈബർ ആണ്, അതുപോലെ തന്നെ ന്യൂട്രിയൻസും നല്ല രീതിയിലുണ്ട്. നോർമലി ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്, ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്. സോ മിക്കവാറും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മില്ലറ്റുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മില്ലറ്റ് മ്യൂസ്ലി ആണെന്ന് പറഞ്ഞു. മില്ലറ്റുകൾ വെച്ചിട്ടാണ് ലൈക്ക് റാഗി, ബാജ്ര വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ റെഗുലർ സെറീൽസിനെക്കാട്ടും കുറച്ചും കൂടി ഹെൽത്തി ആണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. മിക്കവാറും ഇതിലൊക്കെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, ക്ലീൻ ആൻഡ് ട്രാൻസ്പാരന്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. റെഡി ടു ഈറ്റ് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി ഹെൽത്തി. കൊളസ്ട്രോൾ ഫ്രീ ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ വയറ് ഓൾവേസ് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വി വോണ്ട് ഈറ്റ് ടു മച്ച് ഫുഡ്. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കില്ല. സോ ഹെൽത്തി ആയിട്ടിരിക്കാം. പിന്നെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞു ഡയബറ്റിക്സ്, ലോ ഷുഗർ ആണെങ്കിൽ കൺസ്യൂം ചെയ്യാൻ നല്ലതാണ്. ഇമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ചിലപ്പോൾ ആഡഡ് ഷുഗർ ഉണ്ടാവും, അത് നോക്കി മേടിക്കേണ്ട. ആഡഡ് ഷുഗർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. അല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും. ഹൈ കലോറീസ് ആയിരിക്കാം, കുറേ കഴിച്ചു കഴിഞ്ഞാൽ ഹൈ കലോറീസ് ആണ്. പിന്നെ ചിലപ്പോൾ അലർജീസ് ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ബിക്കോസ് ഇതിൽ നട്ട്സ് ഉണ്ട്. ഓക്കെ, നട്ട്സ് ഉള്ളതുകൊണ്ട് അത് ചില ആളുകൾക്ക് നട്ട്സ്, ഇപ്പോൾ ലൈക്ക് ചില ആളുകൾക്ക് ഗ്രൗണ്ട് നട്ട് ഇഷ്യൂ ഉണ്ടാകും. ഗ്രൗണ്ട് നട്ട് കഴിച്ചു കഴിഞ്ഞാൽ സംതിങ് കൈൻഡ് ഓഫ് അലർജീസോ അതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നോക്കുക. ഇനി സ്ട്രിക്റ്റ് ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലതല്ല. കോൾഡ് മിൽക്കിന്റെ കൂടെ, യോഗട്ടിന്റെ കൂടെ, ഫ്രഷ് ഫ്രൂട്ടിന്റെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ട് ഡ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റും. ടേസ്റ്റ് വൈസ് ഇസ് റിയലി ഗുഡ്. വാവ്, wow, we have almonds. Wow, what's that? Look at this one. Wow. Oh, super tasty ആണ് കേട്ടോ. Mango. Wow. It's really good. അത്യാവശ്യം ഒരുപാട് നട്ട്സും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. സൂപ്പറാണ്. ആൽമണ്ട് മിൽക്ക് ഡിലൈറ്റ്.